ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൂട്ടുകാരെ, ഇന്ന് ഒക്ടോബർ 3 പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി എന്ന് നാം ലുത്നയിൽ ഉരുവിടുമ്പോൾ പരിശുദ്ധ അമ്മ 1428 റുപ്പയിലെ വാഴ്ത്തപ്പെട്ട അലനോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം അമ്മ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതായി പറയുന്നുണ്ട്. അവ ഏതൊക്കെയാണെന്ന് അറിയാമോ? ഒന്നാമതായി, ഭക്തിപൂർവ്വം ജപമാല ചൊല്ലുന്നവർക്ക് അമ്മയുടെ പ്രത്യേക സംരക്ഷണം ഉണ്ടായിരിക്കും. 2, മുടങ്ങാതെ സ്ഥിരമായി ജപമാല ചൊല്ലുന്നവർക്ക് അനുഗ്രഹങ്ങൾ അടയാളങ്ങളായി ദർശിക്കാൻ കഴിയും. 3, ജപമാല നരകത്തിനെതിരായുള്ള ആയുധമായിരിക്കും. അത് തിന്മയെ നശിപ്പിക്കുകയും പാപങ്ങളിൽ നിന്നും മുക്തി നൽകുകയും പാഷണ്ഡതയെ ഇല്ലാതാക്കുകയും ചെയ്യും. 4, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് ദൈവത്തിന്റെ കരുണ ലഭിക്കും. 5, ജപമാലയിലൂടെ പരിശുദ്ധ അമ്മയ്ക്ക് തങ്ങളെ തന്നെ സമർപ്പിക്കുന്നവർ ഒരിക്കലും നശിച്ചു പോവുകയില്ല. ജപമാലയിലെ ഓരോ രഹസ്യവും ശ്രദ്ധയോടെ ചൊല്ലുമ്പോൾ പാപികൾക്ക് മോചനവും നീതിമാന്മാർക്ക് സ്വർഗരാജ്യവും ദുർമരണത്തിൽ നിന്നുള്ള മുക്തിയും ലഭിക്കും. ജപമാല ഭക്തി പ്രചരിപ്പിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സംരക്ഷണം ഉണ്ടായിരിക്കും. ജപമാല വിശ്വസ്തയോടെ ചൊല്ലുന്നവർ ഈശോയുടെ പ്രിയപ്പെട്ട മക്കളും സഹോദരി സഹോദരന്മാരുമാകും എന്ന് അമ്മ വാഗ്ദാനം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ അമ്മയുടെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. നന്ദി. ജയ് ക്രൈസ്റ്റ്.